ജൂലൈ 30 വിശുദ്ധ പീറ്റർ ക്രിസോളഗസ്, മെത്രാൻ, വേദപാരംഗതൻ. AD 380 406 ഇറ്റലിയിലെ ഇമോളയിൽ ജനനം. 450 ജൂലൈ 31 ഇമോളയിൽ വെച്ച് മരണം. AD 433 സഭയുടെ ആദ്യ മാർപ്പാപ്പയായ പത്രോസ്ലീഹായുടെ ദർശന നിർദ്ദേശത്താൽ പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റാവെനയിലെ ആർച്ച് ബിഷപ്പായി സ്വർണവജസ് എന്നർത്ഥമുള്ള ക്രിസോളഗസ് നിയുക്തനായി. തൻ്റെ രൂപതയിൽ പല തെറ്റുകളും വിജാതീയ അന്ധവിശ്വാസങ്ങളും തിരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി ലഘു പ്രസംഗങ്ങൾ മുഖേന അവ നീക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഏകദേശം 200 പ്രസംഗങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റു പല പ്രസംഗങ്ങളും നഷ്ടപ്പെട്ടു പോയി. പുതിയ ആശയങ്ങൾ അവയിൽ അധികമില്ലായിരുന്നു, എന്നാൽ അവ വളരെ പ്രായോഗികമായിരുന്നു. 5ാം ശതാബ്ദത്തിലെ ജർമ്മൻ ജീവിതരീതി അവയിൽ തെളിഞ്ഞു കാണാമായിരുന്നു. അധ്യാപനത്തിലും ഭരണത്തിലും തിരുസഭയോട് ശരിയായി വിശ്വസ്തത പാലിച്ചുകൊണ്ട് തൻ്റെ ജോലികളെല്ലാം നന്നായി തന്നെ അദ്ദേഹം നിർവഹിച്ചു പോന്നു. സുഹൃതം കഴിഞ്ഞാൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണെന്ന ബോധ്യം ക്രിസോളഗസിൻ്റെ പ്രസംഗങ്ങളുടെ മാറ്റുകൂട്ടി. സത്യമതത്തിന് സുഹൃത ജീവിതം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹായകമാകുന്നത് വിദ്യാഭ്യാസമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അജ്ഞത സുഹൃതമല്ല. 448 എവുത്തിക്കസ് ക്രിസ്തുവിൽ ഏക സ്വഭാവമേയുള്ളൂവെന്ന തൻ്റെ പാഷണ്ഡതയ്ക്ക് താങ്ങായി ക്രിസോളഗസിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു: വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ റോമാമെത്രൻ്റെ സമ്മതം കൂടാതെ നാം ഒന്നും തീരുമാനിക്കരുത്. മനുഷ്യാവതാര രഹസ്യം വിശ്വാസദൃഷ്ട്യാ സ്വീകരിക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് ക്രിസോളഗസ് എവുത്തിക്കസിനെ ഉത്ബോധിപ്പിച്ചു. തിരുസഭയുടെ സമാധാനം സ്വർഗത്തിൽ സന്തോഷമുളവാക്കുമെങ്കിൽ ഭിന്നത സങ്കടമുളവാക്കും. മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് വിശുദ്ധൻ ജന്മനാടായ ഇമോളയിലേക്ക് മടങ്ങി. 450 അവിടെ വെച്ച് മരിച്ചു. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധം അത്ര ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലികൾ. ഉദാഹരണമായി, പിശാചിനൊപ്പം ചിരിക്കാൻ ആഗ്രഹിക്കുന്നവന് ക്രിസ്തുവിനൊപ്പം സന്തോഷിക്കാൻ കഴിയില്ല. ഈയൊരു വാക്ക് പിന്നീട് ഒരു ചൊല്ലായി തന്നെ മാറിയിരിക്കുന്നു. ഇത്രത്തോളം ലളിതമായ വാക്കുകളിലൂടെ ഒരു ജനസമൂഹത്തെ പാഷണ്ഡതയിൽ നിന്നും അന്ധകാര ശക്തികളുടെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ വിശുദ്ധ പീറ്റർ ക്രിസോളഗസിന് സാധ്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാവിനെ സ്വർണവജസ് എന്നർത്ഥമുള്ള ആ നാമത്താൽ തന്നെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെ ആധികാരികത കണക്കിലെടുത്ത് 1729 ബെനഡിക്റ്റ് 13 മാർപ്പാപ്പ വേദപാരംഗതൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. വചനം ഗലാത്യ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. വിചിന്തനം. തൻ്റെ അജപാലന ശുശ്രൂഷയിലുടനീളം വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് പല വിധത്തിലും തൻ്റെ ജനത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുക, വിരക്തിയുടെ അരപ്പട്ട മുറുക്കുക. ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ശിരോ ആവരണം. നിങ്ങളുടെ മുഖത്തിൻ്റെ സംരക്ഷണം കുരിശുരൂപമായിരിക്കട്ടെ. ദിവ്യവിജ്ഞാനം നിങ്ങളുടെ വശസ്സിൽ നിറഞ്ഞു കയറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സൗരഭ്യം സദാ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ.